ഇന്ത്യൻ ആരോഗ്യമേഖലയിൽ ആഗോള നിക്ഷേപക കമ്പനികളായ ബ്ലാക്ക്സ്റ്റോൺ, KKR എന്നിവ നടത്തിയത് ഏകദേശം $3.6 ബില്യൺ, അതായത് 30,000 കോടി രൂപയിലേറെ നിക്ഷേപമാണ്. സ്വകാര്യ ആശുപത്രി ശൃംഖലകളും മെഡിക്കൽ ഉപകരണ നിർമ്മാണ കമ്പനികളെയുമാണ് ഇവർ വിലയ്ക്ക് വാങ്ങിയത്. ബ്ലാക്ക്സ്റ്റോൺ തങ്ങളുടെ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമായ ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് വഴിയാണ് ഈ നിക്ഷേപങ്ങൾ നടത്തുന്നത്. കെയർ ഹോസ്പിറ്റൽസ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഈ ശൃംഖലയ്ക്ക് ഇന്ത്യയിലുടനീളം, അതായത് ഹൈദരാബാദ്, ഭുവനേശ്വർ, വിശാഖപട്ടണം, നാഗ്പൂർ, രായ്പൂർ, ഇൻഡോർ തുടങ്ങിയ നഗരങ്ങളിൽ ആശുപത്രികളുണ്ട്. കിംസ് ഹെൽത്ത് കേരളത്തിലെ പ്രമുഖ ശൃംഖലയായ കിംസ് ഹെൽത്തിൽ ബ്ലാക്ക്സ്റ്റോൺ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ ആശുപത്രികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇൻവെസ്റ്റ് എമൗണ്ട് $1.3 ബില്യൺ, അതായത് 11,000 കോടി രൂപ. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 2024-25 കാലയളവിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ ഇന്ത്യൻ ബിസിനസ്സും ബ്ലാക്ക്സ്റ്റോണിന്റെ ക്വാളിറ്റി കെയറും തമ്മിലുള്ള ലയനത്തിന് അനുമതി ലഭിച്ചു. ഇതോടെ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ എല്ലാ ആശുപത്രികളും, ഉദാഹരണത്തിന് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, കോട്ടക്കൽ, അരീക്കോട് എന്നിവിടങ്ങളിലെ ആശുപത്രികളും ഈ വലിയ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി മാറും. KKR പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ ആശുപത്രികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിക്ഷേപം നടത്തുന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്, കണ്ണൂർ, പയ്യന്നൂർ, വടകര എന്നിവിടങ്ങളിൽ ശാഖകളുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ 70% ഓഹരികൾ KKR സ്വന്തമാക്കി. തൊടുപുഴയിലുള്ള പഴയ ചാഴിക്കാട്ട് ഹോസ്പിറ്റലും KKRന്റെ നിക്ഷേപ ശൃംഖലയുടെ ഭാഗമാണ്. ഇൻവെസ്റ്റ് എമൗണ്ട് 2,500 കോടി, അതായത് $300 മില്യൺ. മെയ്ത്ര ഹോസ്പിറ്റൽ 2025-ൽ കോഴിക്കോട്ടെ പ്രമുഖ ആശുപത്രിയായ മെയ്ത്ര ഹോസ്പിറ്റലിന്റെ ഭൂരിഭാഗം ഓഹരികളും KKR, അതായത് ബേബി മെമ്മോറിയൽ വഴി ഏറ്റെടുത്തു. ഇൻവെസ്റ്റ് എമൗണ്ട് $1.1 ബില്യൺ, അതായത് 1,100 കോടി രൂപ. HCG ഹെൽത്ത് കെയർ ഗ്ലോബൽ എന്റർപ്രൈസസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ കെയർ ആശുപത്രി ശൃംഖലയാണിത്. ബംഗളൂരു ആസ്ഥാനമായുള്ള ഈ ഗ്രൂപ്പിന് കീഴിൽ ഇന്ത്യയിലുടനീളം 20-ലധികം ക്യാൻസർ സെന്ററുകളുണ്ട്. ഇൻവെസ്റ്റ് എമൗണ്ട് 7,000 കോടി രൂപ, അതായത് $850 മില്യൺ. കൂടാതെ 2024-ൽ ബംഗളൂരു ആസ്ഥാനമായുള്ള മെഡിക്കൽ ഉപകരണ നിർമ്മാതാക്കളായ ഹെൽത്തിയം മെഡ്ടെക് എന്ന കമ്പനിയെ KKR 7,000 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി. KKR 2.1 ബില്യൺ, അതായത് 17,500 കോടി രൂപയും ബ്ലാക്ക്സ്റ്റോൺ 1.5 ബില്യൺ, അതായത് 12,500 കോടി രൂപയും ആണ് നിക്ഷേപം നടത്തിയത്. മുൻപ് മാക്സ് ഹെൽത്ത് കെയറിൽ വലിയ നിക്ഷേപം നടത്തിയിരുന്ന KKR പിന്നീട് തങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ച് വലിയ ലാഭം നേടിയിരുന്നു. 2018-19 കാലയളവിലായിരുന്നു KKR മാക്സ് ഹെൽത്ത് കെയറിൽ നിക്ഷേപം തുടങ്ങിയത്. ഓഹരി ഒന്നിന് ശരാശരി 75-80 രൂപ നിരക്കിൽ വാങ്ങി. ഏകദേശം 2,000 കോടി രൂപയോളമായിരുന്നു അവരുടെ പ്രാരംഭ നിക്ഷേപം. പിന്നീട് റേഡിയന്റ് ലൈഫ് കെയറുമായുള്ള ലയനത്തിലൂടെ അവരുടെ ഓഹരി വിഹിതം വർദ്ധിച്ചു. 2022 ഓഗസ്റ്റിൽ ഓഹരി ഒന്നിന് ശരാശരി 390-397 രൂപ നിരക്കിൽ വിറ്റു. ഇതിലൂടെ അവർക്ക് ഏകദേശം 9,000-15,000 കോടിയിലധികം രൂപ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടിംഗ്. 4 വർഷത്തിനുള്ളിൽ 5 മടങ്ങടുത്ത് ലാഭമുണ്ടാക്കി. $3.6 ബില്യൺ, അതായത് 30,000 കോടി രൂപ KKRും ബ്ലാക്ക്സ്റ്റോണും ഇവിടെ നിക്ഷേപം നടത്തിയെങ്കിൽ അവർ എത്ര കോടിയുടെ ലാഭം ഇവിടെ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും? വലിയൊരു ജനവിഭാഗം ഗവൺമെന്റ് ആശുപത്രിയെ ആശ്രയിക്കുന്ന കേരളത്തിലെ ആരോഗ്യമേഖലയിൽ നിന്ന് 5 മടങ്ങ് ലാഭമൊക്കെ പ്രതീക്ഷിക്കുന്ന ഇവർ എങ്ങനെ ഈ ആശുപത്രികളിലേക്ക് രോഗികളെ എത്തിക്കും? 1.5 ലക്ഷം കോടി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ന്യൂ ഗെയിം സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് അവിടെയാണ്. സർക്കാർ ആശുപത്രികളിൽ വന്നത് 47 ചികിത്സാ വീഴ്ച പരാതികളാണ്. സ്വകാര്യ ആശുപത്രികളിൽ 600 പരാതികളാണ് വന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. ജനങ്ങൾ നിയമത്തെ ഭയക്കും പോലെ ഗവൺമെന്റ് ആശുപത്രിയെ ഭയക്കുന്നു. ആ ഭയമാണ് നമ്മുടെ ആരോഗ്യമേഖലയിൽ 10,000-കണക്കിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് 4 ഇരട്ടി റിട്ടേൺ ഉണ്ടാക്കാം എന്ന കോൺഫിഡൻസ് അമേരിക്കൻ കുത്തക കമ്പനികൾക്ക് നൽകിയത്.